വെൽക്കം ടു എൻചാൻഡർ സ്കൂൾ മാപ്പ്. അപ്പം ഈ ക്ലാസ്സിൽ കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന അല്ലെ, നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? ടുവേർഡ്സ് ഗാൻജറ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് പഠിക്കാനുള്ള SS ഒരു പാഠമാണ് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കി മക്കളെ? നമ്മൾ മനസ്സിലാക്കി ആര്യൻസിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ. ആര്യൻസ് സപ്തസിന്ധു റീജിയനിൽ എത്തപ്പെട്ടു. അത് എങ്ങനെ അവിടെ എത്തപ്പെട്ടു, അതിന് അവരെന്തൊക്കെ കാരണങ്ങൾ, എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് സപ്തസിന്ധു റീജിയനിൽ എത്തിയത്, ഈ സപ്തസിന്ധു റീജിയൻസിലെ ആര്യൻസ് എങ്ങനെയാണ് അവരുടെ ലൈഫിന്റെ പെക്യൂരിയാരിറ്റീസ്, അവരുടെ ലൈഫിന്റെ പ്രത്യേകത, ഇതൊക്കെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുമായിട്ട് അതിന്റെ ബാക്കി പോർഷൻസ് ടെക്സ്റ്റിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത്, പരീക്ഷയ്ക്ക് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാമല്ലോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. നിങ്ങൾക്ക് ഈ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം, കാരണം നിങ്ങൾക്ക് പരീക്ഷ വരുന്നതാണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച്, ഇത് വളരെ പാടുള്ള പാഠമൊന്നുമല്ല, ഏത് പാഠവും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ പറഞ്ഞു ആര്യൻസിന്റെ ലൈഫ് പെക്യൂലാരിറ്റീസ് പഠിച്ചു അല്ലെ. പെക്യൂലാരിറ്റീസ് ദ ലൈഫ് ഓഫ് പീപ്പിൾ ഓഫ് ലൈഫ് ഓഫ് ആര്യൻസിന്റെ ലൈഫിന് പെക്യൂലാരിറ്റീസ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ് എന്തൊക്കെ പ്രത്യേകതകളാണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ അത് ഒരു 2018 ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വാട്ട് വേർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ ഓഫ് ആര്യൻസ് എന്നാണ് ചോദിച്ചത്. അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെ ഉത്തരങ്ങൾ പഠിക്കണം? ആര്യൻസ് സപ്തസിന്ധു റീജിയൻ വന്നപ്പോൾ അവർ എന്തൊക്കെ ലൈഫ്, ഏതൊക്കെ രീതിയിലാണ് ലൈഫ് നയിച്ചു പോയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോയിന്റ്സ് ആണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എന്താണ് നമ്മൾ പഠിച്ചത്? ആര്യൻസ് ബിലോങ് ടു ഡിഫറെന്റ് ട്രൈബ്സ് അല്ലെ. ആര്യൻസ് പല ട്രൈബ്സിൽ ബിലോങ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കാതെ ആര്യൻസ് എവിടെ എത്തിക്കുന്നത്? സപ്തസിന്ധു റീജിയനിലാണ് ആര്യൻസ് ഇപ്പം റിമെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി they belong to different tribes. അത് മാത്രമല്ല നമ്മൾ വേറെ എന്ത് മനസ്സിലാക്കി? ഈച്ച് ട്രൈബ് കംപ്രൈസ്ഡ് ഓഫ് മെനി ഫാമിലീസ് എന്ന് മനസ്സിലാക്കി അല്ലെ. ഓരോ ട്രൈബിനും ധാരാളം ഫാമിലീസ് ആണെന്ന് മനസ്സിലാക്കി. ഇനി ഈ ട്രൈബിന്റെ പ്രത്യേകത എന്താണ്? ഈ ട്രൈബിലെ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദി ട്രൈബ് വാസ് കൺസിഡർഡ് ആസ് ദി ഹെഡ് ഓഫ് ദി ട്രൈബ്. ആ ട്രൈബിന്റെ ഹെഡ് ആയിട്ട് ആ ട്രൈബിന്റെ ഗ്രൂപ്പിലെ എൽഡസ്റ്റ് മെമ്പറിനെയാണ് അവര് കൺസിഡർ ചെയ്തിരുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്താ പഠിച്ചത്? ട്രൈബൽ അസംബ്ലീസ് ഉണ്ട് അല്ലെ. പല ട്രൈബൽ അസംബ്ലീസ് ഉണ്ടായിരുന്നു. എന്തിനാണ്? ടു അസിസ്റ്റ് ദ ട്രൈബൽ ഹെഡ്സ്. ട്രൈബൽ ഹെഡ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രൈബൽ അസംബ്ലീസ് ഉണ്ടായിരുന്നു പറഞ്ഞു. അതെന്തൊക്കെയായിരുന്നു മക്കളെ? ആ അസംബ്ലീസിന്റെ പേരാണ് വിധാത, സഭ ആൻഡ് സമിതി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കി. ഇനി നമ്മൾ പറഞ്ഞത് ആര്യൻസിന്റെ പ്രധാന ഒക്കുപ്പേഷൻ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ആര്യൻസ് വേർ പാസ്റ്റോറലിസ്റ്റ് അല്ലെ. അതായത് അവരുടെ പ്രധാന ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് കാറ്റിൽ റെയറിംഗ് ആണ്, അതുപോലെ തന്നെ ഫാമിംഗും ആണ്. കാറ്റിൽ റെയറിംഗ് ആൻഡ് ഫാമിംഗ് ആണ് ആര്യൻസിന്റെ പ്രധാന ഒക്കുപ്പേഷൻ എന്ന് പറഞ്ഞു. ഇനി they fought battles for pastoral grounds and cattle. അതുപോലെ പാസ്റ്ററൽ ഗ്രൗണ്ട്സിനും കാറ്റിലിനും വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്തിരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് ആ ചോദ്യത്തിന് ഉത്തരം മനസ്സിലായല്ലോ. അപ്പൊ ചോദ്യം ഇങ്ങനെയായിരുന്നു: വാട്ട് വേർ ദ പെക്യുലാരിറ്റീസ് ദ ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ സപ്തസിന്ധു റീജിയൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എങ്ങനെ എഴുതണം എന്നിപ്പം ക്ലിയർ ആയാലും മക്കളെ. അപ്പൊ നമ്മൾ അടുത്ത നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? അവിടെ നമ്മൾ നെക്സ്റ്റ് പഠിച്ചത് ആര്യൻസ് എന്താണ് ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ച് വരെയാണ് പഠിച്ചു നിർത്തിയത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആര്യൻസ് സപ്തസിന്ധു റീജിയനിൽ ജീവിച്ച ജീവിത രീതിയെ കുറിച്ച് പഠിച്ചു. പിന്നെ അവിടെ സൊസൈറ്റി എങ്ങനെയാണ്, ആ റിപ്പയറിക് പീരീഡില് ആര്യൻസിന്റെ സൊസൈറ്റി എങ്ങനെയാണ്, ഒക്കുപ്പേഷനെ ബേസ് ചെയ്താണ് എന്താണ് തിരിച്ചിരിക്കുന്ന മനസ്സിലാക്കി, ഡിവൈഡ് ചെയ്തിരിക്കുന്ന മനസ്സിലാക്കി. അപ്പൊ അതിൽ വരുന്ന പ്രീസ്റ്റ്, പിന്നെ സോൾജിയേഴ്സ്, കോമൺ പീപ്പിൾ, അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ആര്യൻസിന്റെ ബിലീഫ്, അവരുടെ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിള്, നേച്ചറിനെയാണ് അവർ വർഷിപ്പ് ചെയ്തിരുന്നത് മനസ്സിലാക്കി. അതുപോലെ തന്നെ മെയിൻ ഡയറ്റി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ലോർഡ് ഇന്ദ്രയായിരുന്നു മെയിൻ ഡയറ്റി നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ മറ്റുള്ള ഗോഡ്സിനെ അവർ വർഷിപ്പ് ചെയ്തിരുന്നു. അതൊക്കെ അഗ്നി, വരുണ, മാരുതി ആൻഡ് സൂര്യ മുതലായ ഗോഡ്സിനെ വർഷിപ്പ് ചെയ്തിരുന്നു. ഇനി അപ്പൊ അങ്ങനെയാണ് അവരുടെ ജീവിത രീതി കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അപ്പൊ ഇപ്പൊ സപ്തസിന്ധു റീജിയനിൽ ഇരിക്കുന്ന ആര്യൻസ് by BC 1000 the Aryans started moving towards a Gangetic plain. BC 1000 ആയപ്പോഴത്തേക്കും ആര്യൻസ് എങ്ങോട്ട് മൂവ് ചെയ്തു? ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആര്യൻസ് ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് മൂവ് ചെയ്തെന്ന് നമുക്ക് നോക്കാം. ആര്യൻസ് ടുവേർഡ്സ് ദി ഗാൻജറ്റിക് പ്ലെയിൻ. അപ്പൊ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ആര്യൻസ് ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് മൂവ് ചെയ്തത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
ഒന്ന് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് അവിടെയും പ്രധാനമായിട്ടുള്ള കാര്യം. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഇതൊരു റീസൺ ആണ്. അടുത്ത മക്കൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? From the Saptasindhu region, the Aryans migrate to areas adjoining the Gangetic plain by clearing the forest. അപ്പൊ സപ്തസിന്ധു റീജിയന് ആര്യൻസ് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ മീൻസ് ഒരു സ്ഥലത്ത് മറ്റിലേക്ക് പലായനം ചെയ്യുക അല്ലെങ്കിൽ മാറിപ്പോകുന്നതാണ് മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ മൈഗ്രേറ്റ് ചെയ്തത് എങ്ങനത്തെ മൈഗ്രേറ്റ് ചെയ്ത് ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. സപ്തസിന്ധു റീജിയന് ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് ആര്യൻസ് മൈഗ്രേറ്റ് ചെയ്തത് എങ്ങനെയാണ്? ബൈ ക്ലിയറിംഗ് ദ ഫോറസ്റ്റ് കാടെല്ലാം വെട്ടിത്തെളിച്ചുകൊണ്ടാണ് ആര്യൻസ് ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് മൂവ് ചെയ്തത്. അപ്പൊ ഈ കാട് വെട്ടിത്തെളിക്കുന്നതിന് tools made of iron help them a lot in this. അപ്പൊ അവർക്ക് എന്ത് വേണം? ടൂൾസ് ഉണ്ടായിരിക്കണം അല്ലെ? കാട് വെട്ടിത്തെളിക്കുന്നതിന് ടൂൾസ് ഉണ്ടായിരിക്കണം. അപ്പൊ അയൺ കൊണ്ട് ഉണ്ടാക്കിയ ടൂൾസ് അവരെ വളരെയധികം സഹായിച്ചു. We get information regarding the life of Aryans from 1000 to 600 BC from later Vedas, namely Atharva Veda, Samaveda and Yajurveda. അപ്പൊ നമുക്ക് ആര്യൻസിന്റെ ലൈഫിനെ കുറിച്ച് 1000 to 600 BC 1600 BC-യില് ആര്യൻസ് എങ്ങനെയാണ് ജീവിച്ചിരുന്നതിനെ കുറിച്ച് നമുക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്ന അറിവുകൾ കിട്ടുന്നത് മക്കളെ? ലേറ്റർ വേദാസ്, പിന്നീട് വേദങ്ങളിൽ നിന്നും, അതായത് അഥർവ വേദ, സാമവേദ, യജുർവേദ എന്ന വേദബുക്കുകളിൽ നിന്നാണ്, വേദഗ്രന്ഥങ്ങളിൽ നിന്നാണ് ആര്യൻസിന്റെ ഈ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ഈ ജീവിതത്തിനെ കുറിച്ച് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത് മനസ്സിലാക്കാം. അപ്പൊ മക്കളെ നമ്മൾ ഗാൻജറ്റിക് പ്ലെയിൻ ആണ് ഇപ്പൊ ആര്യൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഗാൻജറ്റിക് പ്ലെയിനിൽ ആര്യൻസ് എത്തപ്പെട്ടത് പോപ്പുലേഷൻ ഇൻക്രീസ് കാരണമായിരിക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് സപ്തസിന്ധു റീജിയനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഫോറസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ടാണ് മൈഗ്രേറ്റ് ചെയ്തത്. അപ്പൊ ഫോറസ്റ്റ് ക്ലിയർ ചെയ്യാൻ ആവശ്യമുള്ള ടൂൾസ് അവര് ആ ടൂൾസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്ന? അയൺ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ടൂൾസ് അവർ വളരെയധികം ഹെൽപ്പ് ചെയ്തെന്ന് മനസ്സിലാക്കി അല്ലെ? ഇനി എന്താ മക്കളെ മനസ്സിലാക്കുന്നത്? There are archaeological evidences for the advancement made by the Aryans towards the east. അതായത് ഈസ്റ്റിലോട്ട് ആര്യൻസ് മൂവ് ചെയ്തു എന്നുള്ളതിന് ആർക്കിയോളജിക്കൽ എവിഡൻസസ്, അതായത് ഇപ്പൊ ഈ അവരവിടെ താമസിച്ചിരുന്നു എന്നുള്ളതിന് ഈ പിന്നെ എന്താണ് ഈ ചരിത്ര ഗവേഷകരൊക്കെ, അതായത് ഈ പിന്നീട് ഈ ഹിസ്റ്റോറിയൻസ് ഒക്കെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അവിടെ നിന്ന് ലഭിച്ച പല അവശിഷ്ടങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അതായത് important among them are the grey earthenwares and iron tools found from different parts of Uttarpradesh. അപ്പൊ ഉത്തർപ്രദേശ് എന്ന സ്റ്റേറ്റിന്റെ പല പാർട്സിൽ നിന്നും ഗ്രേ കളറുള്ള earthenwares, അത് മണ്ണ് പാത്രങ്ങൾ, അതുപോലെ തന്നെ അയൺ ടൂൾസും ലഭിക്കുകയുണ്ടായി അല്ലെ? ഗ്രേ earthenwaresഉം അതുപോലെ അയൺ ടൂൾസും ഉത്തർപ്രദേശിന്റെ വിവിധ പാർട്സിൽ നിന്നും ലഭിക്കുകയുണ്ടായി. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് ആര്യൻസ് അവിടെ ഒരു കാലത്ത് താമസിച്ചിരുന്നത് അവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഡിസ്കസ് എവിഡൻസസ് അവൈലബിൾ ഓൺ ദ ഈസ്റ്റ്വേർഡ് എക്സ്പാൻഷൻ ഓഫ് ആര്യൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? എന്തൊക്കെയാണ്? ഒന്ന്, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ആര്യൻസ് ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. രണ്ട്, അവിടെ അവർക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നത് എങ്ങനെയാണ്? ഫോറസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ടാണ് അല്ലെ? ദേ മൈഗ്രേറ്റഡ് ടു ഗാൻജറ്റിക് പ്ലെയിൻ ബൈ ക്ലിയറിംഗ് ദി ഫോറസ്റ്റ്. ഇനി ഫോറസ്റ്റ് ക്ലിയർ ചെയ്യാൻ ആവശ്യമായിട്ട് അവർക്ക് എന്തുണ്ടായിരുന്നു? ടൂൾസ് മേഡ് ഓഫ് അയൺ അല്ലെ? അയൺ കൊണ്ടുണ്ടാക്കിയ ടൂൾസ് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇനി ഇതെല്ലാത്തിന്റെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അവിടെ നിന്ന് കിട്ടിയ ഗ്രേ earthenwaresഉം അതുപോലെ തന്നെ ടൂൾസ് മേഡ് ഓഫ് അയണിൽ നിന്നും നമുക്ക് ഈ ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നു. അപ്പൊ അതാണ് ടുവേർഡ്സ് ഗാൻജറ്റിക് പ്ലെയിൻ ആര്യൻസ് ഈസ്റ്റ്വേർഡ് എക്സ്പാൻഷൻ ആര്യൻസിന് നടത്തിയെന്നുള്ളത് എവിഡൻസ് എങ്ങനെയൊക്കെ എഴുതാം? വാട്ട് ആർ ദ എവിഡൻസസ് അവൈലബിൾ ദ ഈസ്റ്റ്വേർഡ് എക്സ്പാൻഷൻ ഓഫ് ആര്യൻസ്? ഒന്ന്, ഫ്രം സപ്തസിന്ധു റീജിയൻ ഓഫ് ആര്യൻസ് മൈഗ്രേറ്റഡ് ടു ഏരിയാസ് അഡ്ജോയിനിങ് ദി ഗാൻജറ്റിക് പ്ലെയിൻ ബൈ ക്ലിയറിംഗ് ദി ഫോറസ്റ്റ്. അപ്പൊ നമ്മൾ മനസ്സിലായിക്കൊണ്ടിരുന്നത് എന്താണ്? ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഡിസ്കസ് ദ എവിഡൻസസ് അവൈലബിൾ ഓൺ ദ ഈസ്റ്റ്വേർഡ് എക്സ്പാൻഷൻ ഓഫ് ആര്യൻസ്. ആര്യൻസിന്റെ ഈസ്റ്റ്വേർഡിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് ആര്യൻസ് ഈസ്റ്റ്വേർഡിലേക്ക് മൂവ് ചെയ്തു, അതിനുള്ള എവിഡൻസസ് എവിടെ നിൽക്കാൻ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് പറയാനുള്ളത് എന്താണ്? ഫ്രം സപ്തസിന്ധു റീജിയൻ ദ ആര്യൻസ് മൈഗ്രേറ്റഡ് ടു ഏരിയാസ് അഡ്ജോയിൻ ദ ഗാൻജറ്റിക് പ്ലെയിൻ ബൈ ക്ലിയറിംഗ് ദി ഫോറസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ആര്യൻസ് സപ്തസിന്ധു റീജിയനിൽ എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത്? ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. ഈ ഗാൻജറ്റിക് പ്ലെയിനിൽ നിന്ന് എന്താണ്? ആര്യൻ സപ്തസിന്ധു റീജിയനിൽ തൊട്ട് അതിന് ജോയിൻ ചെയ്ത് കിടക്കുന്ന പോർഷനാണ് ഗാൻജറ്റിക് പ്ലെയിൻ എന്ന് ഓർത്തു വയ്ക്കുക. ഇനി മക്കളെ എന്താണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്? ടൂൾസ് മേഡ് ഓഫ് അയൺ ഹെൽപ് ദം എ ലോട്ട് ഇൻ ദിസ് അല്ലെ? അപ്പൊ അയൺ കൊണ്ടുണ്ടായ ടൂൾസ് അവരിതിന് വളരെയധികം സഹായിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ഇൻഫർമേഷൻ ഇതിനെ റിഗാർഡ് ചെയ്യുന്ന ആര്യൻസിന്റെ ലൈഫിനെ റിഗാർഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ്
1600 BC ആര്യൻസ് എങ്ങനെ ജീവിച്ചിരുന്നുള്ള ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞു. ലേറ്റർ വേദാസ് ആയ അഥർവവേദ, സാമവേദ ആൻഡ് യജുർവേദ, ഈ 3 വേദാസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഏതൊക്കെയാണ്? അഥർവവേദ, സാമവേദ ആൻഡ് യജുർവേദ. അഥർവവേദ, സാമവേദ ആൻഡ് യജുർവേദ, ഈ 3 വേദാസിൽ നിന്നാണ് നമുക്ക് ആര്യൻസ് 1000 to 600 BCയിലെ ആര്യൻസിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു കുറിച്ച് ഇൻഫർമേഷൻ തരുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഈ ആര്യൻസിന്റെ എക്സ്പാൻഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി, ആര്യൻസിന്റെ എവിഡൻസസ് എവിടെ നിന്ന് കിട്ടി? Important among them are the grey earthenwares and iron tools found from different parts of ഉത്തർപ്രദേശ്. അല്ലെ, ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങളിൽ ലഭിച്ച earthenwares, grey earthenwares, അതുപോലെ ടൂൾസ് മേഡ് ഓഫ് അയണിൽ നിന്നാണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയത് ആര്യൻസ് അവിടെയൊക്കെ ഇൻഹാബിറ്റ് ചെയ്തിരുന്നു, അവിടെ വസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ അത്രയുള്ള മക്കളെ അതിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ടുവേർഡ്സ് an agrarian society എന്നാണ്. ടുവേർഡ്സ് an agrarian society. അവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. The Aryans who reached the Gangetic plain cleared the forest using iron implements. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ, അയൺ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ കൊണ്ട്, ഇംപ്ലിമെന്റ്സിന് ഉപകരണങ്ങൾ കൊണ്ട് ആര്യൻസ് എവിടെ എത്തി? ഗാൻജറ്റിക് പ്ലെയിനിൽ എത്തി. എങ്ങനെ? അയൺ കൊണ്ടുണ്ടാക്കിയ ഉപകരണം ഉപയോഗിച്ച് ഫോറസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ട്. They started farming in fields using iron ploughshares. അതുപോലെ തന്നെ പ്ലഫ്ഷേഴ്സ്, അതുപോലെ അയൺ യൂസ് ചെയ്തുണ്ടാക്കിയ പ്ലഫ് ചെയ്യാൻ, നിലം ഉഴുതാനുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? ഫീൽഡില് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പൊ അയൺ എന്ന് പറയുന്നതിന്റെ കണ്ടുപിടുത്തം അവരെ പല വിധത്തിൽ സഹായിച്ചു നമ്മൾ ഓർത്തു വയ്ക്കാം. ഇനി വിത്ത് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ആര്യൻസ് were transformed a settled society. അപ്പൊ ആര്യൻസ് ഒരു സെറ്റിൽഡ് സൊസൈറ്റി ആയിട്ട് മാറാനുള്ള കാരണം അവിടെ എന്താണ്? അഗ്രികൾച്ചർ അല്ലെ, അഗ്രികൾച്ചർ എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, അഗ്രികൾച്ചർ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. എന്ത് അഗ്രികൾച്ചർ എക്സ്പാൻഡിലെ പ്രധാന കാരണം? അയൺ ടൂൾസിന്റെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ അയൺ ടൂൾസിന്റെ ഡിസ്കവറി. ടൂൾസ് മേഡ് ഓഫ് അയൺ, അത് ഉപയോഗിച്ചിട്ടാണ് അഗ്രികൾച്ചർ എക്സ്പാൻഡ് ചെയ്തതെന്ന് ഓർത്തു വയ്ക്കണം. അപ്പൊ നമുക്ക് ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, ദി യൂസ് ഓഫ് അയൺ brought many changes in the life of Aryans and allies. അപ്പൊ ആര്യൻസിന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ അയണിന്റെ ഉപയോഗം കൊണ്ടുവന്നു. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അപ്പൊ അവിടെ നമ്മൾ ഓർത്തിരിക്കാനുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ആര്യൻസ് who reached the Gangetic plain cleared the forest using iron implements. അല്ലെ, അയൺ ഇംപ്ലിമെന്റ്സ് ഉപയോഗിച്ചാണ് ഈ ഗാൻജറ്റിക് പ്ലെയിനിലത്തെ ആര്യൻസ് ഫോറസ്റ്റ് ക്ലിയർ ചെയ്തത്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? they started farming in fields using iron ploughshares. അയൺ ploughshares ഉപയോഗിച്ച് ഫീൽഡിൽ അവർ എന്ത് ചെയ്തു? ഫാമിംഗ് ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ആര്യൻസ് ലൈഫിനെ ഒരു സെറ്റിൽഡ് ലൈഫാക്കി മാറ്റി എന്ന് ഓർത്തു വയ്ക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ആര്യൻസിന്റെ ബാക്കി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് ആര്യൻസ് അവിടെ സൊസൈറ്റി സെറ്റിൽ ആയല്ലോ, അവരൊരു സൊസൈറ്റിയായി മാറി. അങ്ങനെ സൊസൈറ്റി ആയി മാറിയപ്പോൾ അവരുടെ നിലനിൽപ്പിന് അവർക്ക് പല കാര്യങ്ങൾ വേണ്ടി വന്നു. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് അടുത്ത പാരഗ്രാഫിൽ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മക്കളെ അടുത്തിലോട്ട് പോവാം. The place where the nomadic people started to settle permanently came to be known as Janapada. അപ്പൊ ഇവിടെ ആര്യൻസ് എന്ത് ചെയ്തു? ആര്യൻസ് ഇപ്പൊ സെറ്റിലായി, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. കാരണം എന്താ? അവിടെ അവർ അഗ്രികൾച്ചർ തുടങ്ങി അല്ലെ, അവിടെ കൃഷി തുടങ്ങിയപ്പോ അവരെന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ നൊമാഡ്സ് ആയിരുന്നു ഇവര്, ഒരു പ്രദേശത്ത് മറ്റേ പ്രദേശത്ത് സഞ്ചരിച്ചു വന്ന നൊമാഡിക് പീപ്പിൾ ആയിരുന്നു. അവരെന്ത് ചെയ്തു? അവർ ഒരു സ്ഥലത്ത് പെർമനന്റ് ആയിട്ട് സെറ്റിൽ ചെയ്തു. അങ്ങനെ ആ സ്ഥലത്തിനെ ജനപദ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ the place where the nomadic people started to settle permanently came to known as Janapada. അപ്പൊ അടുത്തൂടെ ശ്രദ്ധിച്ചിരുന്ന മക്കളെ, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ആര്യൻസിന്റെ ലൈഫ് എങ്ങനെ സെറ്റിൽ ആയി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഇവിടെ മക്കളെ നമ്മൾ മനസ്സിലാക്കി, ആര്യൻസ് നൊമാഡിക് പീപ്പിൾ ആയിരുന്നു, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അവരെന്ത് ചെയ്തു? they started to settle permanently and that place came to be known as ജനപദ. അപ്പൊ എവിടെയാണ് ആര്യൻസ് പെർമനന്റ് സെറ്റിൽ ചെയ്ത ആ പ്ലേസിനെ എന്ത് വിളിച്ചു? ജനപദ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി മറ്റു മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, അവിടുത്തെ ട്രൈബിന്റെ ഹെഡിനെ കിങ് എന്നാണ് വിളിച്ചിരുന്നത്. നമ്മൾ നേരത്തെ ആര്യൻസ് സപ്തസിന്ധു റീജിയനിൽ ആര്യൻസ് ട്രൈബിന്റെ ഹെഡ്
ആരായിരുന്നു? എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദി ട്രൈബ് ആയിരുന്നു ട്രൈബിന്റെ ഹെഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് വന്നപ്പോൾ ട്രൈബിന്റെ ഹെഡ് എന്ന് പറയുന്നത് കിങ് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ദ ഹെഡ് ഓഫ് ദ ട്രൈബ് ഈസ് ദി കിങ്. ഇനി കിങ്ഷിപ്പ് എന്ന് പറയുന്നത് അടുത്ത രാജാവ് എന്നുള്ളത് എന്താണ്? ഹെറിഡിറ്ററി ആണ്, പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സ്ഥാനമായിട്ട് മാറി. അപ്പൊ കിങ്ഷിപ്പ് ബിക്കേം ഹെറിഡിറ്ററി. അടുത്ത എന്താ പറഞ്ഞത്? ഇവിടെ അസംബ്ലീസിന് ഇമ്പോർട്ടൻസ് ഡിമിനിഷ് ചെയ്തു മീൻസ് കുറഞ്ഞു. നമ്മൾ പറഞ്ഞു സപ്തസിന്ധു റീജിയനില് ഈ പറയുന്ന ട്രൈബിന്റെ ഹെഡിനെ അസിസ്റ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് അസംബ്ലീസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ അസംബ്ലീസിന്റെ ഇമ്പോർട്ടൻസ് എവിടെ ഡിമിനിഷ് ചെയ്തു, എവിടെ കുറഞ്ഞു? ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് ആര്യൻസ് വന്നപ്പോൾ അസംബ്ലീസിന്റെ ഇമ്പോർട്ടൻസ് ഡിമിനിഷ് ചെയ്തു, കുറഞ്ഞു. അടുത്തത് ഇവിടെ കിങ് ആണ് ഉണ്ടെന്ന് പറഞ്ഞേ. The farmers start the system of giving a part of their yield as tax to the kings in return for protecting agricultural land. അപ്പൊ അവരുടെ അഗ്രികൾച്ചർ ലാൻഡ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഫാമേഴ്സ് കിങ്ങിന് അവരുടെ ഈൽഡിൽ നിന്നും അവരുടെ ആ കൃഷി ചെയ്ത് കിട്ടിയ ആ ഒരു എന്താണ് കൃഷി ചെയ്ത് കിട്ടിയ എന്ത് വിഭവമാണോ ആ കൃഷി ചെയ്ത് കിട്ടിയതിൽ നിന്നും ഒരു ഭാഗം അവർ ടാക്സ് ആയിട്ട് ആർക്ക് കൊടുത്തിരുന്നു? കിങ്ങിന് കൊടുത്തിരുന്നു. കാരണം കിങ് അഗ്രികൾച്ചർ ലാൻഡ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് കിങ്ങിന് എന്ത് ചെയ്ത് കൊടുത്തിരുന്നു? ടാക്സ് കൊടുത്തിരുന്നു. ടാക്സ് എങ്ങനെയാ കൊടുത്തിരുന്നത്? അവര് കൃഷി ചെയ്ത ഒരു ഭാഗത്തിന്, അവർ കൃഷി ചെയ്ത വസ്തുവിന്റെ കൃഷി ചെയ്ത് കിട്ടിയ വിളവിന് ഒരു ഭാഗം, ഒരു പാർട്ട് കൊടുത്തുകൊണ്ട് ഈൽഡിന്റെ ഒരു പാർട്ട്, അതായത് അവർ കൃഷി ചെയ്ത് കിട്ടിയ വിഭവത്തിന്റെ അല്ലെങ്കിൽ ആ പറയുന്ന വിളയുടെ ഒരു ഭാഗം കിങ്ങിന് കൊടുത്തുകൊണ്ടാണ് അവർ ടാക്സ് പേ ചെയ്യുന്നത്. അപ്പൊ ആ ടാക്സിന് വിളിച്ചത് പേരാണ് ബാലി ആൻഡ് ഭാഗ. എന്താണ്? ബാലി ആൻഡ് ഭാഗ. അപ്പൊ ബാലി ആൻഡ് ഭാഗ എന്താണെന്ന് ഓർത്തു വെക്കുക. ഇത്രയേ ഉള്ളൂ. ബാലിയും ഭാഗ എന്ന് പറയുന്നത് കിങ്ങിന് കൊടുത്തിരുന്ന ടാക്സ് ആണ്. ആര് കൊടുത്തിരുന്നത്? ഗാൻജറ്റിക് പ്ലെയിനുള്ള ആര്യൻസ് കൊടുത്തിരുന്നത്. എന്തിനാ കൊടുത്തിരുന്നത്? അവരുടെ അഗ്രികൾച്ചർ ആൻഡ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ പകരമായിട്ട് കിങ്ങിന് ഒരു ടാക്സ് കൊടുത്തിരുന്നു. എന്ത് ഫോമിലാണ് ടാക്സ് കൊടുക്കുന്നത്? പാർട്ട് ഫ്രം ദിയർ ഈൽഡ്, അല്ലെ അവർ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അവർ കൃഷി ചെയ്ത് കിട്ടിയ വിളയിൽ നിന്ന് ഒരു ഭാഗം കൊടുത്തുകൊണ്ടാണ് ടാക്സ് കൊടുത്തിരുന്നത്. ആ ടാക്സിനെ എന്ത് വിളിച്ചിരുന്നു? ബാലി അല്ലെങ്കിൽ ഭാഗ എന്നാണ് വിളിച്ചിരുന്നത്. ഇത്രയും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തിലോട്ട് മക്കളെ. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത് പറഞ്ഞത് നമ്മള് ആര്യൻസ് പെർമനന്റ് സെറ്റിൽ ചെയ്ത ആ പ്ലേസിനെ എന്ത് വിളിച്ചു? ജനപദ എന്ന് വിളിച്ചു അല്ലെ. ദ പ്ലേസ് വെയർ ആര്യൻസ് സെറ്റിൽ പെർമനന്റ്ലി known as ജനപദ. അടുത്ത പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ദ ഹെഡ് ഓഫ് ദ ട്രൈബ് ഈസ് കോൾഡ് കിങ് അല്ലെ. ആ കിങ് എന്ന് പറയുന്നത് ട്രൈബിന്റെ ഹെഡ് ആണെന്ന് ഓർത്തു വെക്കുക. അടുത്ത നമ്മൾ പറഞ്ഞ എന്താ മക്കളെ? കിങ്ഷിപ്പ് ബിക്കേം ഹെറിഡിറ്ററി. കിങ്ഷിപ്പ് എന്താ മാറി? ഹെറിഡിറ്ററി ആയി മാറി. അടുത്തെന്താ? ഇമ്പോർട്ടൻസ് അസംബ്ലീസ് ഡിമിനിഷ്ഡ്. അസംബ്ലീസിന്റെ ഇമ്പോർട്ടൻസ് ഡിമിനിഷ് ചെയ്തു, കുറഞ്ഞു വന്നു. അടുത്ത മനസ്സിലാക്കിയ എന്താണ്? പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ടാക്സ് എന്ന് പറഞ്ഞൊരു വസ്തുത ഉണ്ടായില്ലേ. ടാക്സ് എന്താണെന്ന് ഒരു ടാക്സ് എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ആര്യൻസ് ഗാൻജറ്റിക് പ്ലെയിനിൽ ആര്യൻസ് കിങ്ങിന് എന്ത് കൊടുത്തിരുന്നു? ടാക്സ് കൊടുത്തിരുന്നു. ഓർത്തു വയ്ക്കണേ മക്കളെ. അവിടെ ആ ടാക്സിന് പറയുന്ന പേര് ബാലി ഭാഗ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഗാൻജറ്റിക് പ്ലെയിനിൽ വന്നപ്പോൾ ആര്യൻസ് സൊസൈറ്റിയുടെ ഡിവിഷനെ കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു സപ്തസിന്ധു റീജിയൻസിലും ആര്യൻസ് ഡിവൈഡ് ചെയ്യുന്നു. ഋഗ്വേദിക് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പറഞ്ഞു. ഗാൻജറ്റിക് പ്ലെയിനിലെ സൊസൈറ്റി എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു നോക്കുക. ഗാൻജറ്റിക് പ്ലെയിനിലെ സൊസൈറ്റിയെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആര്യൻസിന്റെ സൊസൈറ്റി ഗാൻജറ്റിക് പ്ലെയിനിന്റെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഏതൊക്കെയാണ്? ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. അപ്പൊ ഗാൻജറ്റിക് പ്ലെയിനിൽ ആര്യൻ സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 4. ഏതൊക്കെയാ മക്കളെ അത്? ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. അപ്പൊ നമ്മള് ഋഗ്വേദിക് സൊസൈറ്റിയിൽ ആര്യൻസിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. എങ്ങനെയാ ആര്യൻസിനെ സപ്തസിന്ധു റീജിയൻ ഡിവൈഡ് ചെയ്യുന്നത്? പ്രീസ്റ്റ്, സോൾജിയേഴ്സ്, കോമൺ പീപ്പിൾ, ഇങ്ങനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഗാൻജറ്റിക് പ്ലെയിനിൽ ആര്യൻസിനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു? ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ഓർത്തു വയ്ക്കാനുള്ളത്, ഈ പറയുന്നവർക്ക് എന്താണ്? നമ്മൾ നേരത്തെ ഋഗ്വേദിക് സൊസൈറ്റിയിൽ അവരെ ഒക്കുപ്പേഷൻ, അവരെ ജോലി അടിസ്ഥാനപ്പെടുത്തിയാണ് അങ്ങനെ ഡിവൈഡ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ അതുപോലെ എന്ത് ചെയ്യാനുണ്ട്? ഇവരെയും ഒരു ജോലി അടിസ്ഥാനപ്പെടുത്തി ജോലി ബേസ് ചെയ്താണ് അവരെ ഈ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓർത്തു വയ്ക്കുക. അപ്പൊ ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് നമ്മൾ ഋഗ്വേദിക് പീരീഡിൽ ആര്യൻസിന് അല്ലെങ്കിൽ ആ പറയുന്ന എന്താണ് സപ്തസിന്ധു റീജിയനിലെ ആര്യൻസിന്റെ പീരീഡിൽ അവിടെ പറഞ്ഞത് പ്രീസ്റ്റ് ആണെങ്കിൽ ഇതേ പ്രീസ്റ്റ് തന്നെയാണ് ഇവിടെ ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രീസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പൂജാരികൾ അല്ലെ. അപ്പൊ ആര്യൻസിന് ഗാൻജറ്റിക് പ്ലെയിനിൽ ബ്രാഹ്മണാസ് എന്ന് പറയുന്ന ആര് തന്നെയാണ്?
പ്രീസ്റ്റ് തന്നെയാണ്. അടുത്തത് ക്ഷത്രിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾജേഴ്സ് ആണ് അല്ലെ? സോൾജേഴ്സ് എന്ന് യുദ്ധം ചെയ്യാനൊക്കെ സൈനികരാണ്. അപ്പം അവിടെ നമ്മള് റൂളേഴ്സ് വരാം, മിലിറ്ററി ഒഫീഷ്യൽസ് എല്ലാം എവിടെ വരാം? ക്ഷത്രിയാസിന് വരാം. റൂളേഴ്സ്, മിലിറ്ററി ഒഫീഷ്യൽസ്, അതായത് ആരാണ്? സൈന്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ അല്ലെ? അതെല്ലാം ആരാ വരുന്നത് ഇവിടെ? ഈ ക്ഷത്രിയസിന്റെ കൂട്ടത്തിലാണ് വരുന്നത്. നമ്മൾ നേരത്തെ ഋഗ്വേദിക് സൊസൈറ്റിയില് ആര്യൻസ് സപ്തസിന്ധു റീജിയൻ ആണെങ്കിൽ കൂടെ സോൾജേഴ്സ് ആണെങ്കിൽ അതേ സ്ഥാനത്ത് അവർ എന്ത് വിളിച്ചു? ഗാന്ധാരിക് പ്ലെയിൻ അവർ ക്ഷത്രിയാസ് ആണ് വിളിച്ചത്. അത് ആരൊക്കെ ആവാം? റൂളേഴ്സ് ആവാം, മിലിറ്ററി ഒഫീഷ്യൽസ് ആകാം. അടുത്ത വൈശ്യാസ്. വൈശ്യാസ് എന്ന് പറയുന്ന അവരുടെ ഒക്കുപേഷൻ എന്താണ്? ട്രേഡ്, അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ ട്രേഡിംഗ്, അതായത് കൃഷി, അതുപോലെ തന്നെ ട്രേഡ് കച്ചവടം, അതുപോലെ എന്താണ്? അഗ്രികൾച്ചർ, പിന്നെ കാറ്റിൽ റെയറിംഗ്, കന്നുകാലി വളർത്തുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാര് ഏതിൽ വരും? ഈ പറയുന്ന വൈശ്യാസില് വരും. മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. വൈശ്യാസിൽ വരുന്ന ആൾക്കാർ എന്തൊക്കെ ഒക്കുപേഷൻ, എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? അവർ ട്രേഡ് ചെയ്തു, കച്ചവടം ചെയ്തിരുന്നു. പിന്നെ അതുപോലെ അഗ്രികൾച്ചർ, അതായത് കൃഷി ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാറ്റിൽ റെയറിംഗ്, കന്നുകാലികളെ വളർത്തിയിരുന്നു. അവരെല്ലാം വൈശ്യാസ് എന്നൊരു ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇത്രയും ക്ലിയർ ആണ് മക്കളെ? അടുത്താണ് മനസ്സിലാക്കാത്തത് ശൂദ്രാസ് ആണ്. ഈ ശൂദ്രാസ് എന്ന് പറയുന്നത് മേലെ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ സെർവ് ചെയ്യാന്നുള്ളതാണ് ശൂദ്രാസിന്റെ ജോലി. സെർവിങ് ദി അതർ ഗ്രൂപ്പ്സ്, അതാണ് ഹയർ വർണാസ്, അതായത് സെർവിങ് ദി ഹയർ വർണാസ്. ഹയർ വർണാസ് എന്നത് ഈ മൂന്ന് ഗ്രൂപ്പിനെയും സെർവ് ചെയ്യാണ് ആരുടെ ജോലി? ശൂദ്രാസിന്റെ ജോലി. അപ്പൊ ശൂദ്രാസിന്റെ ജോലി എന്താണ്? ഹയർ വർണാസ് അല്ലെങ്കിൽ മോളിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ സെർവ് ചെയ്യാന്നുള്ളതാണ് ശൂദ്രാസിന്റെ ഒക്കുപേഷൻ എന്ന് ഓർത്ത് വയ്ക്കാം. നമുക്ക് ക്ലിയർ ആയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഗാന്ധാരിക് പ്ലെയിനിൽ വന്നപ്പോൾ ആര്യൻ സൊസൈറ്റിയെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബ്രാഹ്മണാസ്, അത് പ്രീസ്റ്റ് തന്നെയാണ്. ഇനി ക്ഷത്രിയാസ് എന്ന് പറയുന്നതാണ്, അത് റൂളേഴ്സ് അല്ലെങ്കിൽ മിലിറ്ററി ഒഫീഷ്യൽസ് ആയിരിക്കാം. ഇനി വൈശ്യാസ് എന്ന് പറയുന്നത് ട്രേഡ്, അഗ്രികൾച്ചർ, കാറ്റിൽ റെയറിംഗ്. ശൂദ്രാസ് എന്ന് പറയുന്നത് സെർവിങ് ദി ഹയർ വർണാസ്. അപ്പൊ ഹയർ വർണാസിന് മുകളിലുള്ള ഗ്രൂപ്പിനെ സെർവ് ചെയ്യുക. അവരെ സെർവ് ചെയ്യാൻ മീൻസ് എന്താണ്? അവരെ പരിചരിക്കുക അല്ലെങ്കിൽ അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നതാണ് ആരുടെ ജോലി? ശൂദ്രാസിന്റെ ജോലി എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത്, അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കമ്പയർ ദി സൊസൈറ്റി ഓഫ് ആര്യൻസ് ഇൻ സപ്തസിന്ധു റീജിയൻ ആൻഡ് ഗാന്ധാരിക് പ്ലെയിൻ. സപ്തസിന്ധു റീജിയനിലെയും ഗാന്ധാരിക് പ്ലെയിനിലെയും ആര്യൻസിന്റെ സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുക. അത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ്? സപ്തസിന്ധു റീജിയനിലും ഗാന്ധാരിക് പ്ലെയിനിലും ഒരു ആര്യൻസിന്റെ സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷൻ നമ്മളോട് പഠിച്ചത് അല്ലെ? ഇവിടെ സപ്തസിന്ധു റീജിയനിലാണ് ഈ പറയുന്ന പ്രീസ്റ്റും സോൾജേഴ്സും അതുപോലെ കോമൺ പീപ്പിളും ഉള്ളത് അല്ലെ? സപ്തസിന്ധു റീജിയൻ. സപ്തസിന്ധു റീജിയനിലെ പ്രീസ്റ്റ്, സോൾജേഴ്സ്, കോമൺ പീപ്പിൾ ആണെങ്കിൽ ഗാന്ധാരിക് പ്ലെയിനിലെ ആര്യൻസ് എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു? ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയ മക്കളെ? ഇനി അടുത്തത്, അപ്പൊ ആ ക്വസ്റ്റ്യൻ അങ്ങനെ വേണം, ഇങ്ങനെ ഒരു കോളത്തിൽ തന്നാൽ നിങ്ങൾ എങ്ങനെ വേണം ആൻസർ ചെയ്യാൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്തിലോട്ട് പോകാം മക്കളെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആര്യൻസിന്റെ ഗാന്ധാരിക് പ്ലെയിനിലെ ലൈഫിന്റെ പെക്യുലാരിറ്റീസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് ഗ്രേറ്റ് ചേഞ്ചസ് ഒക്കേർഡ് ഇൻ ബിലീഫ് ആൻഡ് കസ്റ്റംസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഈ പീരീഡില് പല ചേഞ്ചസ് ആര്യൻസിന്റെ ലൈഫിൽ ഉണ്ടായി. അവരുടെ ബിലീഫിൽ, അവരുടെ വിശ്വാസത്തിൽ, അവരുടെ കസ്റ്റംസിൽ, അതായത് അവരുടെ ആചാരങ്ങളില്, അതുപോലെ വിശ്വാസത്തിലെല്ലാം പല പല മാറ്റങ്ങൾ സംഭവിച്ചു. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അവർ ഇന്ദ്ര, അഗ്നി മുതലായ ദൈവങ്ങളെയാണ്, അത് നാച്ചുറൽ വർഷിപ്പ്, നേച്ചറിനെയാണ് വർഷിപ്പ് ചെയ്തിരുന്നത് അല്ലെ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ പ്രജാപതി ആൻഡ് വിഷ്ണു ബിക്കേം മോർ ആൻഡ് മോർ ഇമ്പോർട്ടന്റ്. അപ്പം ഏത് ഗോഡാ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയത്? ഗാന്ധാരിക് പ്ലെയിനിലായപ്പം പ്രജാപതി, വിഷ്ണു മുതലായ ഗോഡാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയത്. ഇനി ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള റിച്വൽസും പ്രാക്ടീസസുമാണ് സപ്തസിന്ധു റീജിയൻ ആര്യൻസ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഗാന്ധാരിക് പ്ലെയിനിൽ ആര്യൻസ് എങ്ങനെയാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള റിച്വൽസും പ്രാക്ടീസസും, അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അത്തരത്തിലുള്ളതായിരുന്നു ആര് ഫോളോ ചെയ്യുന്നത്? ഗാന്ധാരിക് പ്ലെയിനിൽ ജീവിച്ചിരുന്ന ആര്യൻസ് ഫോളോ ചെയ്തു. മനസ്സിലായോ? ഇനി
Means of worship and religious practice including the sacrifice of animals became costly. അതുപോലെ ഈ പറയുന്ന എന്താണ് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള പല ആചാരങ്ങൾക്ക് അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് അനിമൽസിനെ കുരുതി കൊടുക്കുമായിരുന്നു, സാക്രിഫൈസ് ചെയ്യായിരുന്നു. അതൊക്കെ വളരെ കോസ്റ്റ്ലി, വളരെ പൈസ ചെലവുള്ള കാര്യമായിരുന്നു. അങ്ങനെ പ്രീസ്റ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറി. എവിടെ? ആര്യൻസ് ഗാൻജറ്റിക് പ്ലെയിനിലായപ്പോൾ പ്രീസ്റ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് മാറി. മനസ്സിലായി? കാരണം അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് സൊസൈറ്റിയിൽ വന്നു. കാരണം അവിടെ എന്താ, അവിടെ വർഷിപ്പിന്റെ അത് വിശ്വാസങ്ങൾക്കും അതുപോലെ തന്നെ ആചാരങ്ങൾക്കും ഒക്കെ അല്ലെങ്കിൽ എന്താണ് ആരാധനയ്ക്കുമെല്ലാം കൂടുതലായിട്ട് അനിമൽസിനെ സാക്രിഫൈസ്, അനിമൽസിനെ എന്താണ് ബലി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ കൂടുതൽ പൈസ ചെലവുള്ള കാര്യമാകുകയും അതുവഴി പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് എന്താണ് ബ്രാഹ്മണാസ് അല്ലെങ്കിൽ പ്രീസ്റ്റ് പൂജാരികള് അവർ ആ സൊസൈറ്റിയിൽ പവർഫുൾ ആയിട്ടുള്ളവരായി തീർന്നു. അപ്പൊ ഇതാണ് ആര്യൻസ്, ഗാൻജറ്റിക് പ്ലെയിനിലെ ആര്യൻസിന്റെ ആ ഒരു വ്യത്യാസം എന്ന് മനസ്സിലാക്കണം. അവിടെ നമ്മൾ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഈ പറയുന്ന ഈ ബോക്സിൽ തന്നിരിക്കുന്ന പോർഷൻ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. സപ്തസിന്ധു റീജിയനിലും ഗാൻജറ്റിക് പ്ലെയിനിലുമുള്ള ആര്യൻസിന്റെ എന്താണ് ഡിഫറൻസസ്. എക്സാമിൻ ദി ചേഞ്ചസ് ഇൻ ദ ലൈഫ് ഓഫ് ആര്യൻസ് വേർ ദേ മൈഗ്രേറ്റ് ഫ്രം സപ്തസിന്ധു റീജിയൻ ടു ഗാൻജറ്റിക് പ്ലെയിൻ. സപ്തസിന്ധു റീജിയനിൽ ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് ആര്യൻസ് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ അവർക്കുണ്ടായ ലൈഫിൽ ചേഞ്ചസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ പറയുന്ന പോയിന്റ്സുകൾ അപ്പുറത്തും ഇപ്പുറത്തും മാറ്റി എഴുതിയാൽ നമുക്ക് ആൻസർ ചെയ്യാവുന്ന. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ സപ്തസിന്ധു റീജിയനിലെ ആര്യൻസിന്റെ മെയിൻ ഒക്കുപ്പേഷൻ എന്തായിരുന്നു? റെയറിന്റെ കാറ്റിൽ, അല്ലെ? കാറ്റിൽ റെയറിംഗ് ആയിരുന്നു ഒരു മെയിൻ ഒക്കുപ്പേഷൻ. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു മക്കളെ? കാറ്റിൽ റെയറിംഗ്. കാറ്റിൽ റെയറിംഗ് അല്ലെങ്കിൽ സപ്തസിന്ധു റീജിയൻ ആര്യൻസിന്റെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു? കാറ്റിൽ റെയറിംഗ് ആയിരുന്നു. ഇനി ഗാൻജറ്റിക് പ്ലെയിൻ ആര്യൻസിന്റെ പ്രധാന ജോലി എന്തായിരുന്നു? ആ ഫാമിംഗ്, അല്ലെ? അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് അവരെന്ത് കാറ്റിൽ റെയറിംഗ് കൂടെ കൊണ്ടുപോയിരുന്നത്. അപ്പൊ മെയിൻ ഒക്കുപ്പേഷൻ ഗാൻജറ്റിക് പ്ലെയിനിലെ നമുക്ക് എന്ത് പറയാം? അഗ്രികൾച്ചർ പറയാം. കൃഷി ചെയ്തു തുടങ്ങി. അവര് നമ്മൾ പഠിച്ചു അയൺ ടൂൾസ് ഇംപ്ലിമെന്റ് ചെയ്തു, അല്ലെ? ടൂൾസ് മേഡ് ഓഫ് അയൺ കൊണ്ടുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചതോടുകൂടി അവർ അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവരെന്താണ്? കാറ്റിൽ റെയറിംഗും അവരുടെ ജോലിയിൽ ഉൾപ്പെടുത്തി. അപ്പൊ നമ്മൾ പറഞ്ഞു ഗാൻജറ്റിക് പ്ലെയിനിലെ ആര്യൻസിന്റെ ഒക്കുപ്പേഷൻ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ റെയറിംഗ് എന്ന് മനസ്സിലാക്കി. അപ്പൊ അടുത്ത പോയിന്റ് നോക്കളെ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഒക്കുപ്പേഷൻ ആണ് പറഞ്ഞത്. രണ്ടാമത് ഇവര് എന്താണ്, ഈ സപ്തസിന്ധു റീജിയനില് ട്രൈബിന്റെ ഹെഡിനെയാണ്, ഹെഡ് ആരായിരുന്നു? എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദി ട്രൈബ് ആയിരുന്നു ഹെഡ് എന്ന് പറഞ്ഞു, അല്ലെ? ഗാൻജറ്റിക് പ്ലെയിനിലാണെങ്കിലോ ഹെഡ് ഓഫ് ദി ട്രൈബ് എന്ന് പറയുന്നത് കിങ് ആണെന്ന് ഓർത്തു വെക്കുക. അത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ സപ്തസിന്ധു എന്ന് പറഞ്ഞു ഈ ട്രൈബിന്റെ ഹെഡിനെ അസിസ്റ്റ് ചെയ്യാൻ പല അസംബ്ലീസ് ഉണ്ടായിരുന്നു പറഞ്ഞു, അല്ലെ? ആ അസംബ്ലീസ് ഏതൊക്കെയായിരുന്നു? എന്താണ്? വിധാത, സഭ ആൻഡ് സമിതി മുതലായ ട്രൈബൽ അസംബ്ലീസ് എവിടെ ഉണ്ടായിരുന്നു? സപ്തസിന്ധു റീജിയനിൽ ഉണ്ടായിരുന്നു ട്രൈബൽ അസംബ്ലീസ്. ഏതൊക്കെയായിരുന്നു ആ ട്രൈബൽ അസംബ്ലീസ്? വിധാത, സഭ ആൻഡ് സമിതി. വിധാത, സഭ ആൻഡ് സമിതി എന്ന ട്രൈബൽ അസംബ്ലീസ് എവിടെ ഉണ്ടായിരുന്നു? സപ്തസിന്ധു റീജിയനിൽ ഉണ്ടായിരുന്നു. ഇനി നമ്മള് പറഞ്ഞ എന്താണ്? ഈ സപ്തസിന്ധു റീജിയനിലെ ട്രൈബൽ അസംബ്ലീസ് ആണെങ്കിൽ ഗാൻജറ്റിക് പ്ലെയിനിലെ ഹെഡ് ആരായിരുന്നു എന്ന് പറഞ്ഞു? സപ്തസിന്ധു റീജിയൻ ട്രൈബൽ അസംബ്ലീസ് ആരെ അസിസ്റ്റ് ചെയ്യാനാണ്? അവിടുത്തെ ഹെഡ് ഓഫ് ദി ട്രൈബ്, അല്ലെ? അതിനെ അസിസ്റ്റ് ചെയ്യാനാണ്. എന്നാൽ ഇവിടെ ഗാൻജറ്റിക് പ്ലെയിനിലെ ഹെഡ് എന്ന് പറയുന്ന ആര് തന്നെയായിരുന്നു? ഒരു കിങ് ആയിരുന്നു, അല്ലെ? കിങ് ആയിരുന്നു സപ്തസിന്ധു റീജിയനിൽ, അല്ലെ സോറി ഗാൻജറ്റിക് പ്ലെയിനിലെ ഹെഡ് ആരായിരുന്നു മക്കളെ? കിങ് ആയിരുന്നു. ഇനി കിങ് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ കിങ്ങിനെ അസിസ്റ്റ് ചെയ്ത അസംബ്ലീസ് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് സൊസൈറ്റിയെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു സപ്തസിന്ധു റീജിയനില്? സൊസൈറ്റിയെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആരൊക്കെയായിരുന്നു? പ്രീസ്റ്റ്, അല്ലെ? പ്രീസ്റ്റ്, സോൾജിയേഴ്സ്, പിന്നെ കോമൺ പീപ്പിൾ. മനസ്സിലാകുന്നു മക്കളെ? അപ്പൊ സപ്തസിന്ധു റീജിയനില് സൊസൈറ്റിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു: പ്രീസ്റ്റ്, സോൾജിയേഴ്സ് ആൻഡ് കോമൺ പീപ്പിൾ. എന്നാൽ നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ എന്താണ് ഈ പറയുന്ന ഗാൻജറ്റിക് പ്ലെയിനില് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ബ്രാഹ്മണാസ്. അടുത്ത എന്താണ് വരുന്നത്? ക്ഷത്രിയാസ്, പിന്നെ
അതെ, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. ഇത്രയാണ് നമ്മള് സൊസൈറ്റി 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. അങ്ങനെ 4 ആയിട്ടാണ് സൊസൈറ്റി ഗാൻജറ്റിക് പ്ലെയിനിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇനി നമ്മൾ പറയുന്നത് ഇവിടുത്തെ ബിലീഫ് പ്രാക്ടീസസ്, അല്ലെ വിശ്വാസങ്ങളും പ്രാക്ടീസസും എങ്ങനെയായിരുന്നു? സിമ്പിൾ ആയിരുന്നു അല്ലെ? ഈ പറഞ്ഞ സപ്തസിന്ധു റീജിയൻ ആളുകളുടെ ബിലീഫ്, സിമ്പിൾ ബിലീഫ് ആൻഡ് പ്രാക്ടീസസ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. റിലീജിയസ് പ്രാക്ടീസ്, അതായത് വിശ്വാസങ്ങളും ആചാരങ്ങളും മതാചാരങ്ങൾ. റിലീജിയസ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ. റിലീജിയസ് പ്രാക്ടീസസ്, ബിലീഫ്, വിശ്വാസം, അതെല്ലാം സിമ്പിൾ ആയിരുന്നു സപ്തസിന്ധു റീജിയൻ എങ്കിൽ ഇവിടെ എങ്ങനെയായിരുന്നു? കോംപ്ലക്സ് ആയിരുന്നു അല്ലെ? കോംപ്ലക്സ് ആയിട്ടുള്ള ബിലീഫും റിലീജിയസ് പ്രാക്ടീസുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, കോംപ്ലക്സ് ബിലീഫ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ്. ഒക്കെ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, എന്താണ് പഠിച്ചത്? സപ്തസിന്ധു റീജിയനിലെയും ഗാൻജറ്റിക് പ്ലെയിനിലെയും ആര്യൻസിന്റെ ലൈഫിനെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് അല്ലെ? വാട്ട് ആർ ദ ഡിഫറൻസസ്, ചേഞ്ചസ് ഇൻ ദ ലൈഫ് ഓഫ് ആര്യൻസ് ഇൻ സപ്തസിന്ധു റീജിയൻ, ഗാൻജറ്റിക് പ്ലെയിൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ ഓർത്ത് വയ്ക്കാൻ മക്കളെ? ഒന്ന് മെയിൻ ഒക്കുപേഷൻ പറയുകയാണെങ്കിൽ അവരുടെ കാറ്റൽ റീറിംഗ് ആണ് ഓർത്ത് വയ്ക്കുക. ഇനി സപ്തസിന്ധു റീജിയൻ കാറ്റൽ റീറിംഗ് ആണെങ്കിൽ ഗാൻജറ്റിക് പ്ലെയിൻ അവർ അഗ്രികൾച്ചറും കൂടെ ഫോളോ ചെയ്യുന്നു. അപ്പൊ അഗ്രികൾച്ചർ ആൻഡ് കാറ്റൽ റീറിംഗ്. ഇനി അടുത്തത് സപ്തസിന്ധു റീജിയനിലെ ട്രൈബൽ അസംബ്ലീസ് ഉണ്ടായിരുന്നു. വിധാത, സഭ ആൻഡ് സമിതി എന്നാണ് അവ അറിയപ്പെട്ടിരുന്നതെന്ന് മനസ്സിലാക്കി. ഇനി ഗാൻജറ്റിക് പ്ലെയിനില് പ്രധാനപ്പെട്ട ഹെഡ് എന്ന് പറയുന്നത് ആരായിരുന്നു? ആ ട്രൈബിന്റെ ഹെഡ് കിങ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ കിങ്ങിനെ അസിസ്റ്റ് ചെയ്ത് അവിടെ അസംബ്ലീസ് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അടുത്തത് മനസ്സിലാക്കി എന്താണ്? പ്രധാനപ്പെട്ട സൊസൈറ്റി എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 ആയിട്ടാണ് ആര്യൻസ് സപ്തസിന്ധു സൊസൈറ്റി ആര്യൻ സൊസൈറ്റി ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പ്രീസ്റ്റ്, സോൾജിയേഴ്സ് ആൻഡ് കോമൺ പീപ്പിൾ. അടുത്തത് ഗാൻജറ്റിക് പ്ലെയിനില് ആര്യൻസ് സൊസൈറ്റിയെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏതൊക്കെ മക്കളെ? ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. അടുത്ത മനസ്സിലാക്കി എന്താണ്? ആര്യൻസിന്റെ സപ്തസിന്ധുവിലെ ബിലീഫ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസ് വെർ വെരി സിമ്പിൾ. whereas ഗാൻജറ്റിക് പ്ലെയിനില് ആര്യൻസിന്റെ ബിലീഫ് ആൻഡ് പ്രാക്ടീസ് എങ്ങനെയായിരുന്നു? കോംപ്ലക്സ് ആയിരുന്നു. കോംപ്ലക്സ് ബിലീഫ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസ് വെർ ഫോളോഡ് ബൈ ആര്യൻസ് ഇൻ ഗാൻജറ്റിക് പ്ലെയിൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇത്തരത്തിലാണ് ആൻസർ ചെയ്യാനുള്ളത്. അപ്പൊ മക്കളെ, ഇന്ന് നമ്മൾ ടുവേർഡ്സ് ഗാൻജറ്റിക് പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ വളരെ കുറച്ച് പോർഷൻസ് ആണ് മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് എല്ലാം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ വളരെ കുറച്ച് പോർഷൻസ് ആയിട്ട് നിങ്ങൾക്ക് അത് വേഗം പഠിക്കാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ താഴെ കമന്റ് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോ ഇതിന്റെ ബാക്കി പോർഷൻസിനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, bye from me. Thank you.